പാലക്കാട് ആശുപത്രികളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ ഒരു മാസത്തിനകം നികത്താനുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും ആശുപത്രികളിൽ മതിയായ ഡോക്ടർമാരില്ല എന്ന വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രി, വനിതകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഉൾപ്പെടെ ജില്ലയിൽ സർക്കാർ മേഖലയിൽ 478 ഡോക്ടർമാരുടെ അനുവദിക്കപ്പെട്ട തസ്തികകളുണ്ടെങ്കിലും 102 ഡോക്ടർമാർ കുറവാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ ഡോക്ടർമാരുടെ കുറവ് ജനങ്ങളെ ബാധിക്കുന്നതായും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ ആശുപത്രി ഉൾപ്പെടെ സന്ദർശിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഡോക്ടർമാരുടെ ഒഴിവ് നികത്താൻ നടപടി സ്വീകരിക്കുമെന്നും ഒരു മാസത്തിനകം നിയമനങ്ങൾ പൂർത്തിയാക്കുമെന്നും പറഞ്ഞു. ഡോക്ടർമാരുടെ പോസ്റ്റ് ഒഴിവുള്ളത് പാലക്കാട് ജില്ലയിലാണ് ഞാൻ കണ്ടിടത്തോളം. അപ്പോൾ ആ പോസ്റ്റുകൾ നികത്താൻ ഇപ്പോൾ സൂപ്രണ്ടിനെ വെച്ചിട്ട് കുറച്ച് ദിവസമായി ചാർജ് എടുത്തിട്ടില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ചാർജ് എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെന്റ് തലവന്മാരെയൊക്കെ ഉടനടി നിയോഗിച്ചുകൊണ്ട് ആ പ്രക്രിയ ഒരു മാസം കൊണ്ട് ഞങ്ങൾ പൂർത്തിയാക്കും. അസിസ്റ്റന്റ് സർജൻ, സിവിൽ സർജൻ, RMO വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ജനറൽ കേഡറിൽ 331 തസ്തികകളുള്ളതിൽ 83 പേരുടെ കുറവും 134 തസ്തികകളുള്ള സ്പെഷ്യാലിറ്റി കേഡറിൽ 14 തസ്തികകളിൽ ഒരു ഡോക്ടറും ഇല്ല. 5 സൂപ്പർ സ്പെഷ്യാലിറ്റി കേഡറുകളിൽ 3 പേർ മാത്രമാണുള്ളത്. ഏറ്റവും കൂടുതൽ രോഗികളെത്തുന്ന ജില്ലാ ആശുപത്രിയിൽ 68 തസ്തികകളിൽ 16 ഡോക്ടർമാരുടെ കുറവുണ്ട്. ഇതിൽ 9 പേർ സ്പെഷ്യാലിറ്റി കേഡറിലാണ്. 6 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരുടെയും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം ഡോക്ടറുടെയും ഒഴിവുണ്ട്. 7 നില കെട്ടിടം ഉൾപ്പെടെ വലിയ സൗകര്യമുള്ള ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ 8 ഡോക്ടർമാരുടെ കുറവുണ്ട്. കൂടാതെ NHM വഴിയും തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയും നിയോഗിക്കുന്ന ഡോക്ടർമാരുടെയും ഒഴിവുകളുണ്ട്. മെഡിക്കൽ കോളേജിലും പ്രതിസന്ധി രൂക്ഷമാണ്. 69 ഡോക്ടർമാരുടെ കുറവാണ് മെഡിക്കൽ കോളേജിലുള്ളത്. ഗുരുതര രോഗങ്ങൾക്ക് പോലും ചികിത്സാ സൗകര്യമില്ലാത്ത മെഡിക്കൽ കോളേജ് സർജറി വിഭാഗത്തിൽ 13 പേർ വേണ്ട സ്ഥാനത്ത് 4 പേർ മാത്രമാണുള്ളത്. ജനം, പാലക്കാട്.